ഡേ 3 വാട്ട് ഐ ഈറ്റ് ഇൻ ഡേ 4 വെയിറ്റ് ലോസ്. അപ്പോൾ ഇത് രാവിലെ തന്നെ എണീറ്റ് കുറച്ച് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ വെള്ളം കുടിക്കുന്നത്. എനിക്ക് കുറച്ച് മടിയാണ് രാവിലെ തന്നെ ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെള്ളമൊക്കെ കുടിച്ച് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു ഇതിലാണ്. പിന്നെ ടിഫിനൊന്ന് പാക്ക് ചെയ്യണം, ഇന്ന് വർക്കിന് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളത്. രാവിലെ ഞാൻ കഴിക്കുന്നത് ഒരു എഗ്ഗ് ബോയിൽ ചെയ്തതും അതുപോലെ ഒരു നേന്ത്രപ്പഴം എയർ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നെയ്യിലൊക്കെ ഇട്ട് വാട്ടൂലേ, അതേ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 5-6 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് നട്ട്സ് എടുത്തതിനാലും നമ്മൾ വെയിറ്റ് കൂടും. അപ്പോൾ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഞാൻ. എഗ്ഗ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിശപ്പൊന്നും വരില്ല കേട്ടോ, അത്യാവശ്യം പ്രോട്ടീൻ ഉള്ളത് കൊണ്ട്. പിന്നെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാൻഡ്വിച്ച് പാക്ക് ചെയ്തെടുക്കുന്നത്. ഇത് ചിക്കനും ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇത് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല, പാക്ക് ചെയ്യുന്നത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ പാക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു 9 മണിയാകുമ്പോഴാണ് ഞാനിത് കഴിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ സാൻഡ്വിച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്, ടോസ്റ്ററിൽ വെച്ചിട്ട്. സ്ട്രോബെറിയും അതുപോലെ തന്നെ ബ്ലൂബെറിയാണ് ഞാനിന്ന് ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഒരു 4 സ്ട്രോബെറിയും പിന്നെ കുറച്ചൊരു ബ്ലൂബെറിയും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലും ഈ ബെറീസൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്, ഈ മാംഗോ അതിനേക്കാളൊക്കെ. പിന്നെ വൈകിട്ട് വീട്ടിൽ വന്നിട്ടാണ് ഞാൻ റൈസ് കഴിക്കുന്നത്. ഉച്ചയ്ക്ക് പിന്നെ കാര്യമായിട്ടൊന്നും അങ്ങനെ ഒന്നും കഴിക്കാൻ സമയം കിട്ടിയില്ല എനിക്ക്. വീട്ടിൽ വന്നൊരു 6:30 ആയപ്പോൾ റൈസ് കഴിക്കാൻ പോവാണ്. ഇന്ന് കുറച്ച് ഗീ റൈസാണ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാമാണ് കേട്ടോ റൈസ് എടുക്കുന്നത്. 200 ഗ്രാം റൈസിൽ 260 കലോറിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ എടുത്തതിനാലും വെയിറ്റ് കൂടും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും റൈസ് എടുക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാൻ നോക്കുക. നമ്മൾ എത്രയാണോ മുന്നേ കഴിച്ചിരുന്നത് അതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ പെപ്പർ ചിക്കൻ ഉണ്ടായിരുന്നു. പെപ്പർ ചിക്കൻ ഞാൻ ഇന്നലെയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറികളും ഇതൊക്കെ ഉണ്ടാക്കി വെക്കാറാണ് ചെയ്യുന്നത്. വർക്കിന് പോകുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഫുഡ് ഉണ്ടാക്കാനൊന്നും സമയം കിട്ടൂല. പിന്നെ അതിൻ്റെ കൂടെ ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വൈകുന്നേരത്തെ ഒരു ഫുഡ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാൻ നോക്കണം, വെറും റൈസ് മാത്രം കഴിക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ക്യാരറ്റ് എടുത്തു. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം വർക്കൗട്ടൊക്കെ ചെയ്യാൻ നോക്കുക. വീട്ടിലിരുന്നിട്ട് സൂംബ, ചെറിയ ചെറിയ എക്സസൈസൊക്കെ ചെയ്യാൻ നോക്കുക. ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് ബൈ.